ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു ബീറ്റ്റൂട്ട് ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്മയം പുരട്ടി വയ്ക്കാം. സൈഡിലും താഴെയൊക്കെ നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ ഹൽവ ഉണ്ടാക്കാനായിട്ട് 4 മീഡിയം സൈസ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 800 ഗ്രാം വരും കേട്ടോ ഈ ബീറ്റ്റൂട്ട്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ നിങ്ങളുടെ മിക്സിയിൽ അരയുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, കുറച്ച് വലിയ കണ്ണിയുള്ള അരിപ്പ, അതിലാകുമ്പോൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ അരിച്ചെടുത്ത ബീറ്റ്റൂട്ട് ജ്യൂസിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതായത് മൈദ. നിങ്ങൾക്ക് മൈദ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വീറ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾ ആട്ട. പിന്നെ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് കട്ട കെട്ടാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് ചോപ്പ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ റേസിൻസ്, അതായത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരിങ്ങ ഒന്ന് വീർത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇനി ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇതാ കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാരയൊക്കെ ആ വെള്ളം തിളച്ചപ്പോഴേക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഈ ഫ്ലോറൊക്കെ ചിലപ്പോൾ അടിയിൽ അടിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ അരിപ്പയിൽ കൂടി തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം എന്തെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ അരിപ്പയിൽ വരും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇത് കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഫ്ലേവറിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നു തുടങ്ങിയത് കണ്ടില്ലേ. നമുക്കിപ്പം മധുരം ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ടോട്ടൽ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഹൽവയ്ക്ക്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. ഇതാ കണ്ടില്ലേ, ഇത് ഒരുവിധം കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഹൽവയിലേക്ക് 4.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ കണ്ടില്ലേ, ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അതാ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും ഇത് കണ്ടില്ലേ ഒന്നായിട്ട് വരുന്നുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവമാണ്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി.
അല്ലെങ്കിൽ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ നടുവിൽ കൂടി നമ്മളിതൊന്ന് വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ആവുന്നുണ്ട്. പിന്നെ പതുക്കെ സ്ലോ ആയിട്ട് അത് ഒന്നായി വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നമ്മൾ ഹൽവ റെഡി ആയോണെന്നറിയാൻ ഒരു ട്രിക്കും കൂടിയുണ്ട്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് നോർമൽ വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ഈ ഹൽവയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കൈ വെച്ചെടുക്കുമ്പോൾ വെള്ളത്തിലും സ്പ്രെഡ് ആയിട്ടില്ല, അതാ നമ്മുടെ കയ്യിലും ഇത് പറ്റുന്നില്ല, കണ്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് ഒരു സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് സ്മൂത്ത് ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ കേട്ടോ. ഒരു 3-4 മണിക്കൂർ എടുക്കും ഇത് നന്നായിട്ട് തണുക്കാനായിട്ട്. ഇതായിപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി എടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഇത് വീണിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ നമ്മുടെ ഹൽവ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഈ ഹൽവ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നല്ല ടേസ്റ്റ് കുറേ കൂടി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ചൂടിനെക്കാട്ടിലും തണുത്ത ഹൽവയാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തത്. ഇനി നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെയുള്ള ഹൽവയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീട്രൂട്ട് ഹൽവ റെഡി.